നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ നവോത്ഥാനം എന്നിങ്ങനെ നായികയ്ക്ക് 40 വട്ടം കേൾക്കുന്ന ആളുകളാണ് മലയാളികൾ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ പറയും നമ്മൾ കടന്നു വന്ന നവോത്ഥാന കാലഘട്ടത്തിലൂടെയാണ്, ആ നവോത്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളാണ്, ചെറുപ്പക്കാരാണ് എന്ന് പറയാറുണ്ട്. ഈ നവോത്ഥാന മതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്, നവോത്ഥാനത്തിന് വേണ്ടി പ്രത്യേക കമ്മിറ്റിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നവോത്ഥാനം വീണ്ടും വീണ്ടും ഉണ്ടാവേണ്ട ഒരു സംഗതിയാണെന്നും നവോത്ഥാനത്തിലൂടെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് എന്നൊക്കെയാണ് പറയുക. പക്ഷേ ആളുകൾ ഇപ്പോഴും ഈ നവോത്ഥാനം എന്ന് പറയുകയല്ലാതെ എന്താണ് യഥാർത്ഥ നവോത്ഥാനം? അതിലൊരു കാര്യമുണ്ട്, ചട്ടമ്പിസ്വാമികളും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ഉഴുതുമറിച്ച വിളനിലങ്ങളിലൂടെ വന്നതാണ് നവോത്ഥാനം, അത് കേൾക്കാം. പക്ഷേ യഥാർത്ഥ നവോത്ഥാനം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നവോത്ഥാനം എന്നുള്ളത് ആ വാക്കിലേക്ക് നോക്കിയാൽ മതി. നവോത്ഥാനം എന്നുള്ളത് ശരിക്കും സംസ്കൃത പദമാണ്. സംസ്കൃതത്തിന് എല്ലാത്തിനും ഈ വിൽപ്പത്തിയുണ്ട്, വിഗ്രഹം. അപ്പോൾ അത് എന്നാ പരിണീയമിതി നവോത്ഥാനം, അതായത് ആർക്കും ജയിക്കാൻ പറ്റാത്തല്ല, എപ്പോഴും ജയിച്ചു നിൽക്കുന്നത് എന്നുള്ള അർത്ഥമില്ല. അപ്പോൾ നമ്മൾ ജയിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഒരു മത്സരമല്ല കാണേണ്ടത്, മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന സംഗതി, അതിനെ ആർക്കും, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഇപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിക്കുന്നു എന്ന് വിചാരിക്കുക, പിന്നെ നിങ്ങൾ എന്നെ പേര് വിളിക്കത്തില്ല, ഇന്ന എൻ്റെ ബോഡി എന്നേ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? അതെ. ഇപ്പോൾ വേറൊരു സംഗതി പോയിരിക്കുന്നു, വേണമെങ്കിൽ കിളി എന്ന് പറയാം നമുക്ക്. ന്യൂജൻ ഭാഷയിൽ കിളി എന്ന് പറയാം. ഈ കിളിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ഈ ബോഡിയാണോ കിളിയാണോ? അതൊരു ചോദ്യമാണ്, രണ്ടും ചേർന്നതാണ് എന്ന് പറയാം. അല്ല, കിളി തന്നെയാണ് സംസാരിക്കുന്നത്. കിളിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു ഉപകരണം മാത്രമേ ബോഡി ആവുന്നുള്ളൂ. അതെ, തീർച്ചയായിട്ടും അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ. അതിന് ഒരിക്കലും അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതെപ്പോഴും ആർക്കും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്നാ പിന്നെ നിയമീതി നവോത്ഥാനം എന്ന് പറയുന്നത്. അതെപ്പോഴും ജയിച്ചു നീക്കും. അത് മരണമില്ലാത്തൊരു സംഗതിയാണ്, ബോഡിയാണ്, അനശ്വരമാണ്. അപ്പോൾ അതെപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ പലപ്പോഴും നമ്മളിതിനെ മറന്നുപോകും. ഇത് നമ്മൾ മറന്നുപോയിട്ട്, ഇപ്പം ഞാനിപ്പം ജ്യോതിഘോഷാണ്, ഞാൻ മറ്റേതാണ്, മറിച്ചതാണ്, മാടയാണ്, കോടയാണ്, എനിക്ക് ഇന്ന വീടാണ്, മറ്റേ വീടാണ്, എനിക്ക് ഇന്നതൊക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഇല്ല, ഞാൻ വളരെ ദരിദ്രനാണ്, ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളിൽ നമ്മൾ കിടന്ന് ഉഴലിപ്പോയിട്ട് നമ്മൾ ഈ സംഗതിയൊക്കെ മറക്കും. അങ്ങനെ മറന്നിട്ട് നമ്മൾ എപ്പോഴും ഒരു നിരാശയുടെ ഒരു വഴിയിലേക്ക് പോകും. നമുക്ക് നമ്മുടെ ഊർജ്ജം കൊണ്ടൊരു നഷ്ടവും. അപ്പോൾ എന്താണ് ഈ കിളി എന്ന് പറയുന്ന സാധനം? നമ്മളിത് പറഞ്ഞു പോകുന്നത്, ഇപ്പം നമ്മളിൽ ഈ കിളിയായിട്ട് വർത്തിക്കുന്നത് എന്താണ്? ഊർജ്ജമാണ് വർത്തിക്കുന്നത്, അല്ലേ? അത് ശരിക്കും കോസ്മിക് എനർജി. ഇപ്പം നമ്മൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കോസ്മിക് എനർജി മാത്രമാണ്. ഇപ്പം ഞാനീ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനർജിയുടെ ഒരു ശബ്ദരൂപമാണ് നിങ്ങൾ ഈ കേൾക്കുന്ന സാധനം. അപ്പോൾ ഈ എനർജിയാണ്. ആ എനർജി പലപ്പോഴും നമുക്കതങ്ങ് വല്ലാണ്ട് പോയിട്ട് അവിടെയാണ് ഈ വിഷാദം കയറി വരുന്നത്, ആവശ്യമില്ല ദുഃഖം കയറി വരുന്നത്, വിഷമം കയറി വരുന്നത്, സങ്കടങ്ങൾ കയറി വരുന്നത്, പ്രതിസന്ധികൾ കയറി വരുന്നത്. ഇങ്ങനെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലായി മാറും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ഇന്ന് ഞാൻ വരുന്ന സമയത്ത് വയനാട്ടിലൊരു ചങ്ങാതി കണ്ണൻ എന്ന് പറയുന്ന ഒരു കർഷകൻ അവിടെ വനം ഓഫീസിൻ്റെ മോളിൽ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുടക്കുകയാണ്. അപ്പോൾ താഴെ നിൽക്കുന്നവരൊക്കെ അയാൾ ആത്മഹത്യയുടെ വക്കീലാണ്. ഈ ആത്മഹത്യയുടെ വക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ചാർത്തി കൊടുത്തൊരു പ്രയോഗമാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ വിഷാദം കൊണ്ടാണ് സംഭവിക്കുന്നത്, ഒരു നിവൃത്തികേട് സംഭവിക്കുന്നു. മറിച്ച് നമ്മുടെ ഉള്ളിലൊരു ഊർജ്ജം ഉണ്ടെന്നും നമ്മുടെ ആ ഈ ഒരു കോസ്മിക് എനർജിയാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്നും ഈ എനർജി കൊണ്ട് നമുക്ക് എന്തും അസാധ്യമായതൊന്നും ഇല്ല എന്നുള്ളൊരു ഉണർവുണ്ട്. അത് ഇതിലേക്ക്, ഈ തിരിച്ചറിവിലേക്ക് വരുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ. അതിനെ ഉണർത്തുക, അതിനെ എപ്പോഴും ഉണർത്തി നിൽക്കുക. എപ്പോഴും അത് ഒരിക്കൽ മാത്രം ഒരു ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണർത്തേണ്ട സംഗതി അല്ലത്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വന്നു, ഒന്നും വേണ്ട, ഒരു ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ അടിയന്തരമായിട്ട് സ്ഥലത്ത് പോകേണ്ട സംഗതിയുണ്ട്. ആ പോകേണ്ട സമയം ട്രാഫിക് ബ്ലോക്കിൽ വിടുന്നു. ഇത് നശിച്ച ട്രാഫിക് എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് പറയേണ്ട ആവശ്യമില്ല. മറിച്ച് ഒന്നുകിൽ വേറെ വഴിയുണ്ടോ എന്ന് നോക്കുക. ഈ വഴിയില്ല, നമുക്ക് അവിടെ പോയേ പറ്റുമെന്നുണ്ടെങ്കിൽ വാഹനം എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകേണ്ടതാണെങ്കിൽ വാഹനം ഉപേക്ഷിച്ചിട്ട് പോലും നമുക്ക് അവിടെ വേറെ ഏതെങ്കിലും രീതിയിൽ പോകാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ധാരണ വരണം, ഈ ഒരു അറിവ് വരണം. കാരണം ഇതൊരു വഴി അടഞ്ഞെങ്കിലും വേറെ വഴികളുണ്ടാവും. ആ വഴികളിലൂടെ നമുക്കത് പോകണം. അതിനെനിക്ക് ഊർജ്ജമുണ്ട്, എനിക്കൊരു ശേഷിയുണ്ട്, എനിക്ക് എത്താൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് മുമ്പോട്ട് പോകുന്നത്. അതാണ് ഉദ്ധാനം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ഒരു ഊർജ്ജത്തെ
ഈ കോസ്മിക് എനർജി നമ്മളിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന എനർജി എപ്പോഴും ഊർജ്ജത്തിൽ നിർത്തുമ്പോഴാണ് വിഷാദം അപ്രത്യക്ഷമാവുക ചെയ്യുന്നത്. വിഷാദത്തെ കളയാൻ നോക്കി നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ നവോത്ഥാനം എന്ന് പറയുന്നത്. ഇതിങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് സാധനം. അപ്പോൾ അതാണ് നമ്മളെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് സകല ഊർജ്ജങ്ങളും ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ പോലും ആ പ്രതിസന്ധി ഒരു അപാരമായ സാധ്യതയെ പൊതിഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഉദാഹരണത്തിന് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠ, അത് അതിഗംഭീരമായ ഒരു സംഗതിയാണ്, ചരിത്ര മുഹൂർത്തമാണ്. അത് അന്നുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിൽ ആ അവസ്ഥയാണ് ഗുരുവിനെ ആ രീതിയിലേക്ക് ഒരു പ്രതീകാത്മകമായ ചിന്തയിലേക്ക് പോകാനും ഈ ഊർജം അടങ്ങിയ ഈ ഊർജത്തെയാണ് ഗുരു ശിവനായിട്ട് കാണുന്നത്. മനസ്സിലായില്ലേ? ഈ ഊർജത്തെയാണ് ഗുരു ശിവനായിട്ട് കാണുന്നതും ആ ശിവനെ ഒരു കല്ലിലേക്ക് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ആ കല്ലിലേക്ക് ആരോപിച്ച് ഗുരുവിന് വേണ്ടിയല്ല ചെയ്തത്. ഗുരുവിന് അതിൻ്റെ ആവശ്യമില്ല. ഗുരു ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. അപ്പം അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണം. അവർക്ക് എപ്പോഴും ഒരു കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, സാധാരണ മനുഷ്യന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ രൂപം വേണം, ഒരു പേരും വേണം, ഒരു ബിംബം അവിടെ ആവശ്യമാണ്. അത് സൈക്കോളജിക്കൽ ഏറ്റവും വലിയ മനഃശാസ്ത്രമായ സാധനം കൂടെയാണത്. ഇപ്പം നമുക്ക് ആ എന്ന അക്ഷരം ശബ്ദം എല്ലാവർക്കും അറിയാം, ഇല്ലേ? അതെ. ഈ ആ എന്ന അക്ഷരം നമ്മൾ ആ എന്ന ലെറ്റർ കാണുമ്പോഴാണ് നമ്മൾ ആ എന്നുള്ള ശബ്ദം കാണുന്നത്, അല്ലേ? മറിച്ച് നമ്മൾ ആ കാണുമ്പോഴത്തേക്ക് ആ എന്ന രൂപമല്ല നമ്മൾ മനസ്സിലാകുന്നത്, മറിച്ച് ആ ശബ്ദത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ആ അവിടെ മരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ആ രൂപം അവിടെ മരിച്ചിട്ട് ശബ്ദം ഉണരുകയാണ് ചെയ്യുന്നത്. ആ ഉണർച്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്ധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ താങ്കളെ കാണുന്ന സമയത്ത് താങ്കളുടെ ഈ ഒരു ശരീരം കാണുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ എന്ന ലെറ്റർ അല്ലെങ്കിൽ എ എന്ന ലെറ്റർ കണ്ടിട്ട് എന്നുള്ള ശബ്ദം എന്നിൽ ഉണരുന്നത് പോലെ ആ ഉണർച്ചയെ ഞാൻ കാണുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വേറൊരു ഡയമെൻഷനിലായിരിക്കും താങ്കളെ കാണുന്ന സാധനം. അവിടെ അത് തന്നെയാണ് എൻ്റെ ഉള്ളിലും പ്രവർത്തിക്കുന്നത്. ഞാൻ തിരിച്ചറിയുമ്പോഴത്തേക്ക് നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല. അതാണ് അദ്വൈതം എന്ന് പറയുന്ന സാധനം. വളരെ സിമ്പിളാണ് സാധനം. തീർച്ചയായിട്ടും വളരെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിനെയാണ് നമ്മൾ ഭയങ്കര എന്താ പറയുക, ഒരു വല്ലാത്ത ഈ പല ജാർഗൺസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇത് മറ്റ് സ്പിരിച്വൽ ആണെന്ന് പറയുന്നത്. സ്പിരിച്വൽ എന്നൊരു സാധനം വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ പലരും ഭക്ഷണം കഴിക്കുന്നു. നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയി, വിശേഷിച്ചും ഈ കോർപ്പറേറ്റിലുള്ള ആൾക്കാരൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിച്ച് നോക്കിക്കണം. അവിടെ ഉള്ള സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യും. ചില്ലി ചിക്കൻ, മഞ്ചൂരിയൻ, സകല സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ആർത്തിയോടെ വാരി തിന്നും. വാരി തിന്നിട്ട് പിന്നെ ചർച്ച ചെയ്യുന്ന മുഴുവൻ എന്താണ്, ഞാൻ ഇന്നയാൾക്ക് ഇന്ന മെയിൽ അയച്ചു, മറ്റേത് അയച്ചു, ഇത്ര ഞാൻ ഇത് ചെയ്തു, ഞാൻ ഇത് ചെയ്തപ്പോഴത്തേക്ക് ഇന്ന പ്രോഫിറ്റിൻ്റെ ഇത് ഇങ്ങനെ പോയി, എനിക്ക് മറ്റേ ആനുവൽ ഇൻക്രിമെൻ്റ് വന്നപ്പോൾ കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുന്നത് അറിയുന്നില്ല, മറിച്ച് വാങ്ങിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം രുചികരമായിട്ട് രുചി അറിഞ്ഞ് ഇത് ഞാൻ ഈ പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു രുചിയാണ് ഞാൻ ഈ ഒരു വാക്കിലൂടെ അറിയുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ ഈ ഭൂമിയിൽ നിന്നാണല്ലോ ഇതെല്ലാം വരുന്ന സാധനം. തീർച്ചയായിട്ടും അല്ലേ? അതെല്ലാം കൂടെ വന്ന് നൃത്തം ചെയ്ത് പല പല ഘടകങ്ങൾ നൃത്തം ചെയ്ത് ഒരു രുചിയിലേക്ക് വന്ന് ഞാൻ ഈ ഭൂമിയുടെ ഒരു രുചി ഒരു വ്യത്യസ്തമായ രീതിയിൽ ഞാനത് അറിയുന്നു എന്നറിഞ്ഞിട്ട് ഓരോ കറിയും എടുത്ത് നുണഞ്ഞ് കഴിക്കുന്നതിനെയാണ് ഈ സ്പിരിച്വൽ എന്ന് പറയുന്ന സംഗതി. അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ഇതാണ് സ്പിരിച്വൽ അല്ലെങ്കിൽ ഈ നവോത്ഥാനം എന്ന് പറയുന്ന സാധനം. ഈ നവോത്ഥാനത്തിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മനസ്സിലാവുന്നത്? അവിടെ രണ്ടുണ്ടാവണം, വർഗമുണ്ടാവണം, അല്ലേ? രണ്ട് വർഗം, ഇടതുപക്ഷവും വലതുപക്ഷവും. ഈ ഇടതുപക്ഷക്കാർക്കുള്ള വിവരമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഈ വലതുപക്ഷം ഇല്ലാത്തിടത്തോളം കാലം ഇടതുപക്ഷം ഉണ്ടാവുമോ? ഇല്ല. ഇപ്പം രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് കൈയും കൂടെ ചേരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ ഇന്ത്യ കണ്ടെത്തിയ ദർശനത്തിൻ്റെ വളരെ സിമ്പിളായിട്ടാണ് ഈ തൊഴുകൈ, രണ്ട് കൈയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് ആലോചിച്ച് നോക്കും. നിങ്ങളൊന്ന് പിടിച്ചു നോക്കി അറിയാൻ പറ്റും. ഇത് രണ്ടിൻ്റെയും ശക്തി എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. നമുക്ക് ഇടത് കൈക്ക് വാക്ക് സാധാരണ പൊതുവേ ഇടത് കൈ വാക്കില്ലാത്തവർക്ക് ഇടത് കൈക്ക് ശക്തി കുറവായിരിക്കും. രണ്ടുകൂടെ ചേർത്ത് പിടിച്ച് നോക്കുമല്ലോ, രണ്ടും ഒരേ ശക്തിയിലേക്ക് വരുന്നു. അപ്പോൾ പക്ഷേ എല്ലാം നമ്മൾ ദ്വന്ദ്വമായിട്ട് രണ്ടായിട്ടാണ് കാണുന്നത്. ഈ രണ്ട് കാഴ്ചയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ആ രണ്ട് കാഴ്ചയിൽ നിന്ന് മാറി മറ്റൊരു ഡയമെൻഷനിലേക്ക് നമ്മൾ എങ്ങനെയാണോ ഭൂഗുരുത്വാകർഷണത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളിപ്പോൾ ഒരു വസ്തു എടുത്തിട്ട് താഴേക്ക് വയ്ക്കുകയും മാറ്റുകയും ചെയ്യുമ്പോഴൊക്കെ അറിഞ്ഞും അറിയാതെയും, തിയറി അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഭൂഗുരുത്വാകർഷണം അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ആത്യന്തികമായ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക. ആത്യന്തികമായ സത്യത്തെ
അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓർത്തുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കുക എന്നുള്ളതിലേക്ക് ഉണർത്തുന്നതിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അതെ അതെ. അവിടെ അതുകൊണ്ടാണ് പറയുന്നത് ഒരു പീഡ എറുമ്പിന് പോലും എന്താണ് ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. മനസ്സിലായില്ലേ? ഒരു എറുമ്പിന് പോലും നമ്മൾ നമ്മൾ നടക്കുന്ന സമയത്ത് എറുമ്പും പല പല ജീവികളും നമ്മുടെ കാലിനടിയിൽപ്പെടും. പക്ഷേ നമ്മുടെ ബോധ്യം, നമ്മുടെ ധാരണ അതും എന്നെപ്പോലുള്ളൊരു ജീവിയാണെന്നുള്ള അറിവിൽ, അതാണ് ആത്യന്തികമായ സത്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ആ സത്യത്തിൽ നമ്മൾ ആ ഒരു എറുമ്പിനെ പോലും നോവിക്കരുത് എന്നുള്ള ബോധത്തിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു എറുമ്പിനെ ഒരു പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ കാലൊന്ന് മാറ്റി നിന്നിരിക്കും. ആ മാറ്റലാണ് നിങ്ങളുടെ വ്യത്യസ്തമായ ഒരു അനുഭവം എന്ന് പറയുന്ന സാധനം. മറിച്ച് ഇപ്പോൾ എറുമ്പിൻ്റെ പുറത്ത് ചവിട്ടി നിവർത്തിയില്ല, പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള ആത്യന്തികമായ ഈ പ്രപഞ്ച സത്യത്തിനെ ആധാരമാക്കി എങ്ങനെ നമുക്ക് മനുഷ്യജീവിതത്തെ നിർണ്ണയിച്ച് ചിട്ടപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാം, ഒരു യൂസർ മാനുവൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഏത് ചെറിയൊരു ഗാഡ്ജറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു യൂസർ മാനുവൽ വേണം. ഏറ്റവും വലിയ ലോകത്തിലെ ഒരു ഗാഡ്ജറ്റാണ് മനുഷ്യൻ എന്ന് പറയുന്ന സാധനം. തീർച്ചയായിട്ടും. അപ്പോൾ അതിനൊരു യൂസർ മാനുവൽ വേണ്ടേ? ആ യൂസർ മാനുവലിനെ ഉള്ള അടിസ്ഥാനമാണ് ഈ പറഞ്ഞ ഈ നവോത്ഥാനം എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു CPM കാരന് മനസ്സിലാവത്തില്ല. കാരണം ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എന്നുള്ളതാണ് ഈ നവോത്ഥാനത്തിൻ്റെ മുന്നിലേക്ക് വെച്ച സംഗതി. തീർച്ചയായിട്ടും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വാരിക്കുന്തം അല്ലേ, പുന്നപ്ര വയലാർ, ഇപ്പോഴും കുറച്ച് നാളായിട്ട് പിണറായി വിജയൻ അധികാരത്തിലേറിയതിൻ്റെ പേരിൽ കണ്ണൂരിലെ വിപ്ലവം അല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ പേരിലുള്ള രക്ഷാപ്രവർത്തനം, പരസ്പരം കൊലപാതകമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും ഇത് മനസ്സിലാക്കാനും പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, പൊതുവേ പലർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ നവോത്ഥാനം എന്നുള്ള ഈ വാക്കിൻ്റെ അർത്ഥം അവർ പറഞ്ഞാൽ ഉപയോഗിക്കുകയില്ല കേട്ടോ. അതെ 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 അല്ല, അർത്ഥം അറിയാതെ പലതും കടമെടുത്താണല്ലോ പറയുന്നത്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി സാർ. ഇതിൽ എന്താണ് തത്വമസി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് ആ പരമാത്മാവിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ആ അംശം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതിനോളം വലിയ സോഷ്യലിസം ഉണ്ടോ എന്ന് പണ്ട് ആരോ ചോദിച്ചിട്ടുണ്ട്. അതാണ് എനിക്കിപ്പോൾ അല്ല, ഞാൻ പറഞ്ഞതാണ്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യത്തെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് വലിയൊരു അറിവായിരിക്കും. അടുത്ത ഇതുപോലൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.